ഹലോ ഗായ്സ്, ഈ കാണുന്നത് പോലെ കുട്ടികൾക്ക് പറ്റിയൊരു ടീഷർട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു വലിയ ടീഷർട്ട് എടുക്കണം. വലിയ ടീഷർട്ട് എടുത്തതിന് ശേഷം നമ്മുടെ കുട്ടിക്കല്ലേ തയ്ക്കുന്ന കുട്ടിയുടെ അളവിനുള്ള ഇപ്പോൾ പാകമായിട്ടുള്ള ടീഷർട്ട് എടുത്ത് അതിൻ്റെ പുറത്തോട്ട് ഇതേപോലെ ഒന്ന് വയ്ച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നത് പോലെ ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കണം. അതായത് നമ്മളിങ്ങനെ കറക്റ്റായിട്ടൊന്ന് നൂത്ത് വെച്ചതിന് ശേഷം ലെങ്ത്തും നമ്മുടെ ഹിപ്പിൻ്റെ അവിടെയുള്ള വീതിയും ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ലെങ്ത്ത് വന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കയറ്റിയാണ് കുറച്ചുകൂടെ ലെങ്ത്തിലാണ് എടുക്കുന്നുണ്ട്. അതിന് പിന്നെ തയ്യൽ തുമ്പ് ഇടാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ റാ പോലെ വരയ്ക്കുന്ന ഭാഗത്താണ് നമ്മുടെ കൈയുടെ ഭാഗം വരുന്നത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ഇറങ്ങുമ്പോഴത്തേക്ക് കൈയൊക്കെ നല്ല വലിയ ഒരു ഓവർ സൈസ്ഡ് ആ ഒരു രീതിയിലാണ് കിട്ടുന്നത്. പിന്നെ ഞാൻ ഈ അളവ് വെച്ച് വരയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പുറത്തെ സൈഡിൽ അളവൊന്നുമില്ലാതൊരു ഊഹം വെച്ച് അതിൻ്റെ നമ്മുടെ മറ്റേ ടീഷർട്ടിൻ്റെ ഒരു അളവിൻ്റെ ഒരു ഊഹത്തിലാണ് വരച്ചത്. അതേ സെയിം ഓപ്പോസിറ്റ് സൈഡിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കൈ കൊണ്ട് അളവെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ താഴെ മേളിലും വരച്ചതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഡാർക്കാക്കി വരയ്ക്കുന്നുണ്ട്. കാരണം എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ. നമ്മുടെ ടീഷർട്ടിൻ്റെ ലെങ്ത്തിൽ നിന്ന് ഒരു അല്പം ഒരു 2 ഇഞ്ചൊക്കെ മേളിലോട്ട് ഇറക്കിയാണ് ഞാൻ വരച്ചിട്ടുണ്ടതെങ്കിലും തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ഞാൻ കുറച്ചുകൂടെ വലുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാണുന്നത് പോലെ ഭയങ്കര ഈസിയാണ്. ഞാൻ പറയുമ്പോഴത്തേക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാണുമ്പോഴത്തേക്കും തന്നെ അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഞാനിത് ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. ആ വരച്ച ഷേപ്പിൽ വെട്ടിയെടുക്കുന്നു. ഇതെന്താണ് ഷെഡിയാണോ എന്ന് ചോദിച്ചാൽ അതേ ഒരു ഷേപ്പിലാണ് നമുക്ക് വെട്ടിയെടുക്കുമ്പോൾ തോന്നുന്നത്. ഈ ഒരു കട്ടിങ്ങിന് ശേഷം നമുക്കിതിനെ ഈക്വലായിട്ട് 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷമാണ് നമ്മൾ കഴുത്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് മേളത്തെ വീതി ഒരു 2.5യും താഴോട്ടുള്ള ഇറക്കം ഒരു 3ഉം എടുത്ത് ഞാനൊരു റാ ഷേപ്പിന് ബാക്കും ഫ്രണ്ടും സെയിം ആയിട്ടൊരു റാ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കഴുത്ത്. അതിനുശേഷം നമ്മളിങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം ഈ ഒരു സൈഡ് ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കണം. ടീഷർട്ടിൻ്റെ സൈഡ് ക്ലോസ് ആയിരുന്നല്ലോ, സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഒന്ന് നമുക്ക് കൈക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇനി സ്റ്റിച്ചിങ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത്. അപ്പം ഞാനൊരു ടിപ്പ് ഇതിന് മുന്നേ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെലോ ടാപ്പ് ഒട്ടിച്ച് അങ്ങനെയാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നത്. കാരണം എൻ്റെതും ഒരു പഴയ മെഷീനാണല്ലോ. അപ്പോൾ ഇത് ലോങ് ആയിട്ട് തയ്ക്കുമ്പോൾ വർക്കിംഗ് ആണോ എന്നും കൂടെ നമുക്കിതിൽ മനസ്സിലാവും. അപ്പം അത് വർക്കിംഗ് ആണ് ഗൈസ്. അങ്ങനെയാണ് ഞാൻ ഈ ടീഷർട്ട് തയ്ച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ 2 സൈഡിലെ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഇതേപോലത്തെ ഒരു 2 ഇഞ്ച് വീതിയിൽ വരുന്ന ഇച്ചിരി ഒന്ന് നീളത്തിലുള്ള ഒരു പീസ് വേണം. അതായത് കഴുത്ത് നമുക്ക് മടക്കി ഒന്ന് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പീസ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കഴുത്തിനെ ബാക്ക് സൈഡിൽ വെച്ചിട്ട്, അതായത് ബാക്ക് സൈഡല്ല ഫ്രണ്ട് സൈഡ്, അതായത് നല്ല വശത്ത് വെച്ച് ഇതേപോലെ ചുറ്റിച്ചൊന്ന് തയ്ച്ചു കൊടുക്കണം. 2ആയിട്ട് മടക്കി ചുറ്റിച്ച് തയ്ച്ചതിന് ശേഷം അതിനെ തിരിച്ച് അടിവശത്തോട്ട് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും നമ്മൾ കഴുത്തൊന്ന് റെഡിയായി കിട്ടും. അപ്പോൾ കഴുത്തും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി നമ്മൾ സ്ലീവ്സിൻ്റെ എൻഡ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളൊന്ന് ഷേപ്പും കൂടെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ടീഷർട്ട് ഇവിടെ റെഡിയായി കിട്ടും. സത്യം പറഞ്ഞാൽ നല്ലൊരു മെഷീനാണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് മതി. ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം കൂടെ കറക്റ്റ് ഒരു 10 മിനിറ്റിൽ തീരും. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാൻ വേണ്ടി എൻ്റെ പുത്രിയോട് ഞാനിന്ന് ഇതൊന്ന് ഇടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പിണങ്ങിയിട്ട് നിന്നതുകൊണ്ട് തന്നെ അവളുടെ പിന്നാമ്പുറം മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. നേരെ തിരിഞ്ഞ് എനിക്ക് നിന്ന് തരുന്നില്ല.